ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എപ്പോഴാണ് ഡു യു വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് ആർ യു വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ വീഡിയോയിൽ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാം കേട്ടോ. നിങ്ങൾ മീൻ കഴിക്കാറുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ഡു യു ഈറ്റ് ഫിഷ്? അവിടെ ഡു യു വെച്ച് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ സെന്റൻസുകൾ നമ്മൾ ഡു യു വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അത് എങ്ങനത്തെ സെന്റൻസ് ആണ്? ഇങ്ങനെയുള്ള ഒരു ശീലം നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ. നിങ്ങൾ മീൻ കഴിക്കുന്ന ആളാണോ? ഇതൊരു ശീലമല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ കുളിക്കാറുണ്ടോ? ഡു യു ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്? ഇൻ ദ മോർണിംഗ് എന്ന് വെച്ചാൽ രാവിലെ, ടേക്ക് ബാത്ത് എന്ന് വെച്ചാൽ കുളിക്കുക. ഡു യു ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്? രാവിലെ കുളിക്കുന്ന ശീലം ഉണ്ടോ? അപ്പൊ ശീലങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഡു വെച്ചിട്ട് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഡു യു. അപ്പൊ ശീലങ്ങൾ പറയുമ്പോൾ ഡു വെച്ച് തുടങ്ങാൻ നമുക്ക് മനസ്സിലായി. ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ. എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് വേണോ, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഡു യു വോണ്ട് ടു അല്ലെങ്കിൽ ഡു യു ലൈക്ക് ടു, ഈ ഫ്രേസ് നമ്മൾ പഠിച്ചു വെക്കണം. ഇത് നമ്മുടെ നാവിന് തുമ്പില് പെട്ടെന്ന് വരണം. ഡു യു വോണ്ട് ടു അല്ലെങ്കിൽ ഡു യു ലൈക്ക് ടു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് മത്സ്യം കഴിക്കാൻ താല്പര്യമുണ്ടോ? നമ്മളൊരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കുക, എന്നിട്ട് നമ്മൾ ചോദിക്കാം ഓർഡർ ചെയ്യണോ, മീൻ ഓർഡർ ചെയ്യണോ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഡു യു വോണ്ട് ഫിഷ്? ഫിഷ്, മീൻ വേണോ, അതാണ് ഡു യു വോണ്ട് ഫിഷ് എന്ന് ചോദിച്ചാൽ. ഇനിയിപ്പോൾ വോണ്ട് ടു എപ്പോഴും ഉപയോഗിക്കുക? വോണ്ട് ടു കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു പ്രവൃത്തി വേണം. ഡു യു വോണ്ട് ടു ഈറ്റ് ഫിഷ്? തിന്നണോ മീൻ? അപ്പൊ രണ്ടിനും ഒരേ മീനിങ് ആണ്, പക്ഷെ സെന്റൻസിന്റെ സ്ട്രക്ചർ ഉണ്ടോ? ഡു യു വോണ്ട് ഫിഷ്? ഡു യു വോണ്ട് ടു ഈറ്റ് ഫിഷ്? ഇതുമാതിരി തന്നെയാണ് ലൈക്ക് വെച്ചിട്ടും. ഡു യു ലൈക്ക് ഫിഷ്? നിങ്ങൾക്ക് മത്സ്യം, മീൻ ഇഷ്ടമാണോ, കഴിക്കാൻ ഇഷ്ടമാണോ? അല്ലെങ്കിൽ ഡു യു ലൈക്ക് ടു ഈറ്റ് ഫിഷ്? അപ്പൊ ടു കഴിഞ്ഞിട്ട് ഈറ്റ് വന്നു. ഈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയല്ലേ. അപ്പൊ അങ്ങനത്തെ സെന്റൻസുകൾ നമ്മൾ ഡു യു വെച്ചിട്ടാണ് തുടങ്ങുക. ഇനി ഒരു ടൈപ്പ് സെന്റൻസ് കൂടി ഉണ്ട്. നിങ്ങൾക്കിത് അറിയോ? ഡു യു നോ സൈക്ലിംഗ്? സൈക്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ അറിയോ എന്നാണ് ചോദിക്കുന്നത്. സൈക്ലിംഗ് എന്നുള്ള പ്രവൃത്തി നിങ്ങൾക്ക് അറിയോ? അപ്പൊ സൈക്ലിംഗ് ING വെച്ച് പറയുമ്പോൾ ടു വേണ്ട. ഡു യു നോ സൈക്ലിംഗ്? ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ, അത് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത് ഉണ്ടോ, അങ്ങനെ ചോദിക്കാൻ വീണ്ടും നമ്മൾ ഡു യു വെച്ചിട്ട് ഉപയോഗിക്കാം. ഡു യു ഹാവ് കിഡ്സ്? കുട്ടികളുണ്ടോ? ഡു യു ഹാവ് കിഡ്സ്? നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടോ? എങ്ങനെ ചോദിക്കുക? ഡു യു ഹാവ് എ വാഷിംഗ് മെഷീൻ? അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാവ് എന്നുള്ള വാക്ക് വരും, അത് മറക്കരുത്. അപ്പൊ ഡു യു ഹാവ് കിഡ്സ്? ഡു യു ഹാവ് എ വാഷിംഗ് മെഷീൻ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയോ? എന്താണ് അറിയാ? നിങ്ങൾക്ക് കാർ ഓടിക്കാൻ അറിയോ? എങ്ങനെ സെൻസ് ഉണ്ടാക്കുക? ഡു യു നോ ടു ഡ്രൈവ് എ കാർ? വണ്ടി ഓടിക്കാൻ അറിയോ? അപ്പൊ ഡു യു നോ ടു, അത് കഴിഞ്ഞ് ഡ്രൈവ് വന്നു, ഡ്രൈവ് പ്രവൃത്തി ആയതുകൊണ്ടാണ് ടു വന്നത് കേട്ടോ. ഡു യു നോ ടു ഡ്രൈവ് എ കാർ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഷ അറിയോ? അതെങ്ങനെ ചോദിക്കും? നിങ്ങൾക്ക് ഹിന്ദി അറിയോ, മനസ്സിലാവോ, അതെങ്ങനെ ചോദിക്കും? ഡു യു അണ്ടർസ്റ്റാൻഡ് ഹിന്ദി? അപ്പൊ ഡു യു കഴിഞ്ഞിട്ട് ഡു യു നോ വരാം, ഡു യു ലൈക്ക് വരാം, ഡു യു വോണ്ട് വരാം, അപ്പൊ ഡു യു ഹാവ് വരാം. അപ്പൊ ഒന്നില്ലെങ്കിൽ ഡു വെച്ചിട്ട് എന്തെങ്കിലും ശീലങ്ങൾ ചോദിക്കാം. ഡു യു ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്? ഡു യു ഈറ്റ് ഫിഷ്? നിങ്ങൾ യാത്രകളൊക്കെ പോവാറുണ്ടോ? ഡു യു ട്രാവൽ എ ലോട്ട്? കുറെ യാത്രയൊക്കെ പോവാറുണ്ടോ? അപ്പൊ നമ്മൾ നമ്മുടെ ശീലങ്ങളെ കുറിച്ച് ചോദിക്കാൻ ഡു ഉപയോഗിക്കും. അപ്പൊ അത് ക്ലിയർ അല്ലേ? പിന്നെയുള്ളത് എന്തെങ്കിലും അറിയോ? ഡു യു നോ? ഡു യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലാവോ? ഡു യു ലൈക്ക്? ഇഷ്ടാവോ? ഡു യു ഹാവ്? നിങ്ങൾക്ക് ഉണ്ടോ? അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങൾ ചോദിക്കാനും ഡു വെച്ചിട്ടാണ് നമ്മൾ സെന്റൻസ് തുടങ്ങുക. അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കാൻ പഠിച്ചു ഡു വെച്ചിട്ട്. അതിന്റെ ഉത്തരം എങ്ങനെയാ പറയാന്ന് കൂടെ പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പൊ ഡു യു അണ്ടർസ്റ്റാൻഡ് ഹിന്ദി? ഹിന്ദി നിങ്ങൾക്ക് മനസ്സിലാവോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമായിട്ട് മനസ്സിലാവുന്ന എങ്ങനെയാ പറയാ? യെസ് ഐ ഡു. യെസ് ഐ ഡു കേട്ടോ. ഇല്ല എനിക്ക് മനസ്സിലാവില്ല, എനിക്ക് ഹിന്ദി അറിയില്ല, അതിങ്ങനെ പറയാം നോ ഐ ഡോണ്ട്. അപ്പൊ ഏത് സെന്റൻസ് ആണെങ്കിലും ഇങ്ങനെ പറയാം. ഡു യു വോണ്ട് ഫിഷ്? നിങ്ങൾക്ക് മീൻ വേണോ? യെസ് ഐ ഡു, എനിക്ക് വേണം. വേണ്ട? നോ ഐ ഡോണ്ട്. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? ഡു യു ഹാവ് കിഡ്സ്? ഉണ്ട്, ഇങ്ങനെ പറയാം യെസ് ഐ ഡു. ഇല്ല, നോ ഐ ഡോണ്ട്. അപ്പൊ ഉത്തരം പറയുന്നത് മനസ്സിലായില്ലേ? ഇനി എപ്പോഴാണ് ആർ യു വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ നോക്കാം. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ചോദിക്കുക നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അങ്ങനെ ചോദിക്കണമെങ്കിൽ ആർ യു വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ എന്തെങ്കിലും ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കാം, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതാണോ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നാൽ അയാൾ എന്ത് വെച്ചിട്ട് സെൻസ് തുടങ്ങണ്ടേ? ആർ യു വെച്ചിട്ട്. നിങ്ങൾ മീൻ തിന്നുകൊണ്ടിരിക്കുകയാണോ? എങ്ങനെ ചോദിക്കുക? ആർ യു ഈറ്റിംഗ് ഫിഷ്? അപ്പൊ ഈറ്റ് കഴിഞ്ഞിട്ട് ING ഫോം വരണം കേട്ടോ, അത് മറക്കരുത്. ആർ യു ഈറ്റിംഗ് ഫിഷ്? നല്ല മണം എടുക്കണ്ടാവും, അതാ ചോദിക്കണേ. മീനാണ് കഴിക്കണേ അങ്ങനെ ചോദിക്കില്ലേ, അതാണ് ആർ യു ഈറ്റിംഗ് ഫിഷ്. പിന്നെ നമ്മൾ ആർ യു ഉപയോഗിക്കേണ്ട ഒരു ഓർത്ത് വെക്കേണ്ട ഒരു സംഭവം, നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ പ്രൊഫഷൻ,
നമ്മൾ ആണാണോ പെണ്ണാണോ, നമ്മൾ ഏത് രാജ്യത്തു നിന്ന് വരുന്നു, നമ്മൾ കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വരുന്നു, നിങ്ങൾ ഈ മതത്തിൽപ്പെട്ടവരാണോ, നിങ്ങളൊരു വിശ്വാസിയാണോ, അങ്ങനെ നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ കാര്യമല്ലേ, അതിനെക്കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ആർയു വെച്ച് തുടങ്ങണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഇന്ത്യക്കാരനാണോ നിങ്ങൾ? ഇപ്പൊ നിങ്ങൾ പുറത്ത് വിദേശത്ത് എവിടെയെങ്കിലും ചെന്നിട്ട് ആൾക്കാർ ചോദിക്കുകയാണ്, കണ്ടിട്ടൊരു ഇന്ത്യക്കാരനെ പോലെ ഉണ്ട്, ഇന്ത്യക്കാരനാണോ? അതിന് ചോദിക്കുക ആർ യു എൻ ഇന്ത്യൻ. അപ്പൊ ആർ യു എൻ ഇന്ത്യൻ, അപ്പൊ ഐഡന്റിറ്റി അല്ലത്. അപ്പൊ നമ്മൾ ആർയു വെച്ച് തുടങ്ങണം. അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എവിടെയെങ്കിലും പോയപ്പോ നമ്മുടെ ഭാഷ കേട്ടപ്പോ ചോദിക്കുക ആലപ്പുഴ നിന്നാണോ, ആർ യു ഫ്രം ആലപ്പുഴ. അപ്പൊ ആലപ്പുഴയിൽ നിന്നാണോ, അങ്ങനെയാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പൊ ഫ്രം ആലപ്പുഴ, ഫ്രം എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാൻ മറക്കരുത്. ആർ യു ഫ്രം ആലപ്പുഴ, ആർ യു ഫ്രം തൃശ്ശൂർ, തൃശ്ശൂർ നിന്നാണോ, ഭാഷ കേട്ടിട്ട് തോന്നി അതുകൊണ്ട് ചോദിച്ചാ. അപ്പൊ നമ്മൾ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത് അതിനെ കുറിച്ച് ചോദിക്കാൻ ആർയു വെച്ച് ചോദിക്കാം. കാരണം അത് നമ്മുടെ ഐഡന്റിറ്റിയോട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ലേ. അപ്പൊ ആർയു വെച്ച് തുടങ്ങാം. ഇനിയുണ്ട് എക്സാമ്പിൾ. ഇനിയിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ് ടീച്ചറാണോ, നിങ്ങളുടെ സംസാര രീതി കണ്ടപ്പോൾ ചോദിക്കുകയാണ് ഉദ്യോഗസ്ഥയാണെന്നറിയാം, ടീച്ചറാണോ, അങ്ങനെ ചോദിക്കും ആർ യു എ ടീച്ചർ. അപ്പൊ അതും നമ്മുടെ ഐഡന്റിറ്റി ആണ് അല്ലെ, നമ്മുടെ ഒരു പ്രൊഫഷൻ ആണ്, അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ ആർ യു എ ടീച്ചർ എന്ന് ചോദിക്കുമ്പോൾ ആർ യു വെച്ച് നമ്മൾ തുടങ്ങി. ഇനി അതല്ല, നിങ്ങൾ നല്ല പൊക്കമുള്ള ഒരാളാണോ, ഫോം വിളിച്ച് ചോദിക്കുകയാണ്, ഞങ്ങൾ ജോലിയുടെ അപേക്ഷയ്ക്ക് എടുക്കുക, അപ്പൊ നല്ല നീളമുള്ള ആൾക്കാരെ വേണം, പൊക്കമുള്ള ആളാണോ എന്ന് ചോദിക്കും ആർ യു ടോൾ, ആർ യു ടോൾ. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി അല്ലേ, നമ്മൾ പൊക്കമുള്ള ഒരാളാണ്, ചെറിയൊരാളാണ്, അപ്പൊ അതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ആർ യു വെച്ച് തുടങ്ങി. ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോവാം. അപ്പൊ നമ്മള് കയ്യില് ദലൈലാമയുടെ ഒരു പടം ഉണ്ട്. അപ്പൊ കൂടെ ഇരിക്കുന്ന ആൾ ചോദിക്കാം ബുദ്ധിസ്റ്റ് ആണോ, ബുദ്ധമത വിശ്വാസിയാണോ അങ്ങനെ ചോദിക്കും ആർ യു എ ബുദ്ധിസ്റ്റ്. കണ്ടോ, അപ്പൊ അത് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതല്ലേ, നമ്മുടെ റിലിജൻ എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആണല്ലോ. അപ്പൊ അപ്പോഴും നമ്മൾ ആർ യു വെച്ച് തുടങ്ങി. ഇനിയിപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കാം. അപ്പൊ നമ്മള് മുട്ടയും മീനും ഇറച്ചി ഒന്നും ഓർഡർ ചെയ്തില്ല, പകരം കുറച്ച് വെണ്ടക്കയുടെ കറിയും കുറച്ച് തൈര് സാധവും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വെജിറ്റേറിയൻ ഓർഡർ ചെയ്തു. അപ്പൊ ആള് ചോദിക്കാം വെജിറ്റേറിയൻ ആണോ, അത് നമ്മുടെ ഐഡന്റിറ്റി അല്ലേ. അപ്പൊ എങ്ങനെ ചോദിക്കും ആർ യു എ വെജിറ്റേറിയൻ. അപ്പൊ ആർ യു എ വെജിറ്റേറിയൻ. കണ്ടോ, ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആർ യു വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പൊ നിങ്ങൾക്ക് ഡു യു എപ്പോഴാണ് ഉപയോഗിക്കുക, ആർ യു എപ്പോഴാണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലായില്ലേ. അപ്പൊ പെട്ടെന്ന് സമ്മറി പറഞ്ഞുതരാം. ഡു യു എപ്പോഴാണ് ഉപയോഗിക്കുക, നിങ്ങൾ ഈ ശീലമുള്ള ആളാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് രാവിലെ എണീക്കുന്ന ശീലമുണ്ടോ, നേരത്തെ ഉറങ്ങുന്ന ശീലമുണ്ടോ, നിങ്ങൾക്ക് ഓടാൻ പോണ ശീലമുണ്ടോ, അങ്ങനത്തെ ശീലങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ഡു യു വെച്ച് തുടങ്ങും. പിന്നെ ഉള്ളത് ഡു യു ഹാവ്, നിങ്ങൾക്ക് സാധനം ഉണ്ടോ, ഡു യു ലൈക്ക്, നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് വേണോ, ഡു യു വോണ്ട്, ഡു യു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഡു യു അണ്ടർസ്റ്റാൻഡ് ഹിന്ദി, നിങ്ങൾക്ക് ഹിന്ദി മനസ്സിലാവുമോ. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡു യു വെച്ച് തുടങ്ങും. അപ്പൊ ഡു യു വെച്ച് കുറെ കാര്യങ്ങൾ ചോദിക്കാം, പക്ഷെ ആർ യു വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കാൻ കുറച്ച് എളുപ്പമാണ്. എന്തൊക്കെയായിരുന്നു, ഒന്ന് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അങ്ങനെ ആരെങ്കിലും ചോദിക്കണമെങ്കിൽ ആർ യു ഡൂയിങ് ദിസ് അങ്ങനെ ചോദിക്കാം. ആർ യു ഈറ്റിംഗ് ഫിഷ്, ആർ യു ഡ്രൈവിംഗ്, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണോ, ആർ യു ഡ്രൈവിംഗ്. പിന്നെയുള്ളത് നമ്മൾ എന്താ പറഞ്ഞ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. നിങ്ങൾ പൊക്കമുള്ള ആളാണോ, ആർ യു ടോൾ. നിങ്ങൾക്ക് കഷണ്ടി ഉണ്ടോ, ആർ യു ബോൾഡ്. ബോൾഡ് എന്ന് വെച്ചാൽ കഷണ്ടി ഉള്ള ആൾക്കാരാണ് ബോൾഡ് എന്ന് പറയാം. നിങ്ങളൊരു സ്റ്റുഡന്റ് ആണോ, ആർ യു എ സ്റ്റുഡന്റ്. ഇപ്പൊ നമ്മുടെ ഐഡന്റിറ്റി അല്ലേ. ടീച്ചറാണോ, ആർ യു എ ടീച്ചർ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആർ യു വെച്ചിട്ട്. അതുമാതിരി നമ്മൾ എന്തെങ്കിലും അവസ്ഥയിലാണെങ്കിൽ, സന്തോഷമാണ്, ദുഃഖമാണ്, ദേഷ്യമാണ്, അങ്ങനത്തെ ഒക്കെ അവസ്ഥ വരുമ്പോൾ അങ്ങനെ അവസ്ഥയിലാണോ എന്ന് ചോദിക്കാൻ ആർ യു വെച്ചിട്ടാണ് ചോദിക്കും. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയ എക്സാമില് ഹാപ്പി ആണോ എന്ന് ചോദിക്കാൻ ആർ യു ഹാപ്പി. ദുഃഖത്തിലാണോ, ആർ യു സാഡ്. ദേഷ്യത്തിലാണോ, ആർ യു ആംഗ്രി. അപ്പൊ എന്തെങ്കിലും ഒരു അവസ്ഥയിലാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ യു വെച്ചിട്ടാണ് ചോദിക്കാം കേട്ടോ. അപ്പൊ ഡു യും ആർ യും ഉപയോഗിക്കാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും എപ്പോഴാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറയാണ് നിങ്ങൾ ദുഃഖിതനാണോ എങ്ങനെ ചോദിക്കും, ആർ യു സാഡ് ആണോ, ഡു യു സാഡ് ആണോ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡു യു കഴിഞ്ഞിട്ട് ഒരു വേർബ് വരണം, ഒരു പ്രവൃത്തി വരണം. ഡു യു ഫീൽ സാഡ് അങ്ങനെ ചോദിക്കാം. അപ്പൊ ഫീൽ അല്ല അവിടെ പ്രവൃത്തി, ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യാം. അപ്പൊ ഡു യു ഫീൽ സാഡ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ആർ യു ഫീലിംഗ് സാഡ് അത് കുഴപ്പമില്ല, ഫീലിംഗ് ING ഫോം വന്നപ്പോൾ ഉപയോഗിക്കാം. ആർ യു ഫീലിംഗ് സാഡ്, ഡു യു ഫീൽ സാഡ്. മനസ്സിലായത്? ING ഫോം വരുമ്പോൾ ആർ യുടെ കൂടെ വേണം ഉപയോഗിക്കാൻ. അപ്പൊ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെന്നറിയാം. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് നീണ്ട മുടി ഉണ്ടോ എങ്ങനെ ചോദിക്കും. അപ്പൊ നീണ്ട മുടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ആ കാര്യം ഉണ്ടോ, അത് നിങ്ങളുടെ അസറ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഹാവ് വെച്ചിട്ട് ഡു യു ഹാവ് ലോങ് ഹെയർ. എന്തെങ്കിലും സാധനം ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഹാവ് ഉപയോഗിക്കും. നേരത്തെ നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ പറയാ ഡു യു ഹാവ് ലോങ് ഹെയർ, നീളമുള്ള മുടിക്ക് ലോങ് ഹെയർ. ഡു യു ഹാവ്, നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ത്, ലോങ് ഹെയർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നീണ്ട മുടി ഉണ്ടോ എന്നാണ് അർത്ഥം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം
നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അർത്ഥമല്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നല്ലല്ലോ അവിടെ അർത്ഥം വരുന്നത്. ആ സമയത്ത് ഹാവ് ഉപയോഗിക്കരുത് കേട്ടോ. ആർ യു തേർ ആണ് നിങ്ങൾ അവിടെ ഉണ്ടോന്ന് കേട്ടോ. അടുത്ത ചോദ്യം, നിങ്ങളുടെ ഒരു സ്റ്റുഡന്റ് ആണോ? അതിന് ചോദിക്കും ഐഡന്റിറ്റി അല്ലെ, ആർ യു എ സ്റ്റുഡന്റ്. അടുത്തത്, നിങ്ങൾക്ക് പേടിയുണ്ടോ? സ്കേഡ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ആർ യു സ്കേഡ്, നിങ്ങൾ പേടിച്ചിരിക്കുകയാണോ? ആർ യു സ്കേഡ്, ആ അവസ്ഥയിലാണോ എന്ന് ചോദിക്കുകയാണെ. അപ്പൊ ആർ യു സ്കേഡ്, ഡു യു സ്കേഡ് അല്ല കേട്ടോ. നിങ്ങൾ ദുഃഖിതനാണോ എങ്ങനെ ചോദിക്കും? ആർ യു സാഡ്. ഇനി നമ്മൾ ഫീൽ എന്ന് പറഞ്ഞ വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡു യു വെച്ചിട്ട് വേണം പറയാൻ. ഡു യു ഫീൽ സാഡ്, കണ്ടോ, രണ്ടും ഒരേ അർത്ഥമാണ്. പക്ഷെ ഡു യു ഫീൽ സാഡ്, ആർ യു സാഡ്. ആർ യു സാഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദുഃഖിതരായ മനുഷ്യനാണോ? ആ സമയത്ത് നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. ആർ യു സാഡ്. ഡു യു ഫീൽ സാഡ് എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതല്ല, നമുക്കിപ്പം വിഷമം തോന്നുന്നുണ്ടോ, അപ്പൊ അങ്ങനെ ഫീൽ എന്നുള്ള വാക്ക് വന്നപ്പോൾ നമ്മൾ ഡു യു ഉപയോഗിക്കണം കേട്ടോ. ഡു യു ഫീൽ സാഡ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഹാവ്, വോണ്ട്, ലൈക്ക്, അണ്ടർസ്റ്റാൻഡ്, അതുമാതിരി ഒരു സംഭവമാണ് ഫീലും. അടുത്തത്, നിങ്ങൾ ക്ഷീണിതനാണോ എങ്ങനെ ചോദിക്കും? അപ്പോൾ ഒരവസ്ഥയാണ് അല്ലെ, ടയേർഡ് എന്ന് പറഞ്ഞ അവസ്ഥ അല്ലെ, ക്ഷീണിതനായിട്ടുള്ള അവസ്ഥയാണോ? ആർ യു ടയേർഡ്, അതാണ് നല്ലത്. ആർ യു ഹാപ്പി പോലെ ആർ യു ടയേർഡ്. നിങ്ങൾക്കൊരു അനിയത്തി ഉണ്ടോ അതെങ്ങനെ ചോദിക്കും? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാവ്. ഡു യു ഹാവ് എ സിസ്റ്റർ? നീ അച്ഛനോടാണോ സംസാരിച്ചുകൊണ്ടിരിക്കണേ അതെങ്ങനെ ചോദിക്കും? അപ്പൊ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുക. അപ്പൊ ആർ യു ടോക്കിംഗ് ടു യുവർ ഡാഡ്. അപ്പൊ ആർ യു ടോക്കിംഗ് ടു യുവർ ഡാഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ. അപ്പൊ ഡു യു ടോക്ക് ടു യുവർ ഡാഡ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ അച്ഛനോടൊക്കെ സംസാരിക്കാറുണ്ടോ? അങ്ങനെ വീട്ടിലേക്കൊക്കെ വിളിക്കണ പ്രകൃതം ഉണ്ടോ എന്നാണ് അതിന്റെ അർത്ഥം. ഡു യു ടോക്ക് ടു യുവർ ഡാഡ്. അപ്പൊ ഡു യു ടോക്ക് ടു യുവർ ഡാഡ്, ആർ യു ടോക്കിംഗ് ടു യുവർ ഡാഡ്. അർത്ഥം ഭയങ്കര വ്യത്യാസമാട്ടോ രണ്ടും തമ്മില്. ഒന്ന്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇതാണോ, ആർ യു ടോക്കിംഗ് ടു യുവർ ഡാഡ്. മറ്റേത് ഇങ്ങനെ ശീലമുള്ള ഒരാളാണോ, അച്ഛനോട് വിളിച്ച് സംസാരിക്കുന്ന ശീലമുള്ള ആളാണോ, ഡു യു ടോക്ക് ടു യുവർ ഡാഡ്. നിങ്ങൾക്ക് വട്ടാണോ അതെങ്ങനെ ചോദിക്കും? ആർ യു ക്രേസി, ആർ യു ക്രേസി, അല്ലെങ്കിൽ മാഡ് അങ്ങനെ ചോദിക്കാം. ആർ യു ക്രേസി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ആണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു പെണ്ണെ കണ്ട് സുന്ദരിയാണ്, എന്നാ നീ അവരോട് പോയി പ്രപ്പോസ് ചെയ്ത് പറഞ്ഞാൽ നിനക്ക് വട്ടുണ്ടോ, എനിക്ക് പേടിയാ എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ആർ യു ക്രേസി. നിനക്ക് അവളെ ഇഷ്ടമാണോ അങ്ങനെ ചോദിക്കും. ഇഷ്ടം, ലൈക്ക്. ഡു യു ലൈക്ക് ഹെർ, ആർ യു ലൈക്കിംഗ് ഹെർ എന്ന് ചോദിക്കില്ല കേട്ടോ. ഈ ING ഫോം വേർബിനോട് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ വേർബിന്റെ കൂടി ING ഫോം ഉപയോഗിച്ചിട്ട് സെന്റൻസ് ശരിയാവില്ല. ആർ യു ലൈക്കിംഗ് ഹെർ എന്ന് ചോദിക്കരുത്. ഡു യു ലൈക്ക് ഹെർ. നിങ്ങൾ തമിഴ് സംസാരിക്കുമോ അങ്ങനെ പറയാം? സംസാരിക്കോ, സ്പീക്ക്. ഡു യു സ്പീക്ക് തമിഴ് അല്ലെ, ഡു യു സ്പീക്ക് തമിഴ്. ആർ യു സ്പീക്കിംഗ് തമിഴ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ തമിഴാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് കേട്ടിട്ട് മനസ്സിലാവണില്ലല്ലോ, ഏത് ഭാഷ? ആർ യു സ്പീക്കിംഗ് തമിഴ്. കണ്ടോ, അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയായി പോകുന്നത്. മറ്റേത് തമിഴ് സംസാരിക്കാൻ അറിയോ എന്നുള്ള അർത്ഥം വരും. ഡു യു സ്പീക്ക് തമിഴ്. നിങ്ങൾ ദേഷ്യത്തിലാണോ എങ്ങനെ ചോദിക്കും? നേരത്തെ ഹാപ്പി ആണോ എന്ന് ചോദിച്ചില്ലേ, ആർ യു ഹാപ്പി. അതുമാതിരി ഇവിടെ ആർ യു ആംഗ്രി. ആംഗ്രി ആണ് ദേഷ്യമുള്ള അവസ്ഥ. ആർ യു ആംഗ്രി. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ആർ യു സ്ലീപ്പിംഗ്, ആർ യു സ്ലീപ്പിംഗ്. അപ്പൊ ഇപ്പൊ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ, ആർ യു സ്ലീപ്പിംഗ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ, നിങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കുകയാണോ? ആർ യു സ്ലീപ്പി, വൈ വഴിവേ. ആർ യു സ്ലീപ്പി. മറ്റേത് സ്ലീപ്പിംഗ്. സ്ലീപ്പിംഗ് എന്ന് വെച്ചാൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ, സ്ലീപ്പി എന്ന് വെച്ചാൽ ഉറക്കക്ഷീണം ഉണ്ടോ, അതാണ് അർത്ഥം കേട്ടോ. നിങ്ങൾക്ക് ഉറങ്ങണോ അതെങ്ങനെ ചോദിക്കും? ഡു യു വോണ്ട് ടു, ഡു യു വോണ്ട് ടു സ്ലീപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഡു യു വോണ്ട് ടു. അതിന്റെ അപ്പുറത്ത് എന്താ പ്രവൃത്തി എന്നിട്ടാൽ മതി. ഡു യു വോണ്ട് ടു സ്ലീപ്പ്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം വേണമെന്നാണെങ്കിലോ ഡു യു വോണ്ട് ആ സാധനം. അപ്പൊ ടു വേണ്ട കേട്ടോ, പ്രവൃത്തിയുടെ മുന്നിലാണ് നമ്മൾ ടു ഇടുക. നിങ്ങൾ നന്നായി ഉറങ്ങാറുണ്ടോ ഡോക്ടർ ചോദിക്കണേ. കണ്ണൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കണം. ആർ യു സ്ലീപ്പിംഗ് വെൽ എന്ന് ചോദിക്കരുത്. കാരണം എന്താ? അതിന്റെ അർത്ഥം നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്നാ. ഡോക്ടറെ മുമ്പിൽ ചെല്ലുമ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവില്ലേ സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന്, ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലാന്ന്. അപ്പൊ നിങ്ങൾ ഉറങ്ങാറുണ്ടോ, നന്നായി ഉറക്കം കിട്ടാറുണ്ടോ അങ്ങനെ ചോദിക്കും. ഡു യു സ്ലീപ്പ് വെൽ. അപ്പൊ അങ്ങനത്തെ ഒരു ശീലം ഉണ്ടോ എന്നാണ് ചോദിക്കണേ അല്ലെ. അപ്പൊ ഡു യു സ്ലീപ്പ് വെൽ. ഇനി നിങ്ങൾ അജയ് ആണോ അതെങ്ങനെ ചോദിക്കും? നമ്മുടെ ഐഡന്റിറ്റി ആണ്. ആർ യു അജയ് അല്ലെ, നമ്മുടെ പേര് നമ്മുടെ ഐഡന്റിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആർ യു അജയ് അങ്ങനെ മതി, ഡു യു അല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കോമന്റ്സിൽ അറിയിക്കും കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.